രാത്രി ആയിക്കഴിഞ്ഞാൽ വലിയൊരു ഒച്ചപ്പാടും ബഹളവും കുറേ നാളത്തേക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. കാരണം ഐഷുവും സച്ചും ഓരോ സാധനങ്ങൾ എടുത്ത് നിരത്തിയിട്ട് തിരിച്ചെടുത്ത് വെക്കാൻ പറയുമ്പോൾ ചെയ്യില്ലായിരുന്നു. അങ്ങനെ ആ ഒച്ചപ്പാടും ബഹളത്തിലൂടെയൊക്കെ പോയി ഇപ്പോൾ അവർ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി കിടക്കാൻ നേരം എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവരോട് ഈ ഒച്ചയൊക്കെ എടുത്ത് ശീലിച്ചതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അങ്ങനെ ആക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ അടുത്തും പറയും. അങ്ങനെ കുഞ്ഞും ഓരോ സാധനങ്ങൾ എടുത്തു തരും. വലിയ ക്ലീനിങ് ചെയ്യണു എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ കൂടെ കൂട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം കേട്ടോ. കുഞ്ഞിനിപ്പോൾ 1 വയസ്സും 3 മാസമായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്യുക എണ്ണീക്കെന്ന് ഞാൻ പറയുന്ന ഉടനെ തന്നെ അവനും ആ കൂടെ എഴുന്നേറ്റ് വരും. എന്നിട്ട് ഓരോന്നൊക്കെ എടുത്തു വെക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇതുണ്ട് മെയിനായിട്ട് കുഞ്ഞിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവൻ്റെ വണ്ടി ഉന്തിക്കൊണ്ടുവന്ന് അതായത് സ്ഥാനത്ത് വയ്ക്കും. അതുമാത്രമല്ല റിമോട്ട് ചാർജറൊക്കെ അതിനകത്ത് തന്നെ എടുത്തു വയ്ക്കും. പിന്നെ കൊച്ച് കറക്റ്റായിട്ട് ഉന്തിയാൽ കറക്റ്റ് സ്ഥലത്ത് കയറണം എന്നില്ല, പക്ഷേ അതാണ് സ്പേസ് എന്ന് അവനറിയാം. അവനൊന്ന് ഉന്തിക്കൊണ്ട് നടക്കും. അപ്പം നമ്മളൊന്ന് ലൈൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കും കേട്ടോ. അപ്പം ഞാൻ ചെറുപ്പത്തിലേ മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരോടെടുത്ത ഒച്ചപ്പാടും ബഹളവും കുഞ്ഞിനോട് എടുക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൊച്ചിനെ ഒന്ന് കൂടെ കൂട്ടാൻ ശ്രമിക്കണം. അപ്പോൾ അതേ അവനും എടുത്തു വയ്ക്കും. പിന്നെ ഈ എടുത്തിടുന്ന വണ്ടികളൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെച്ചതിന് ശേഷം പിന്നെയും നമ്മളവിടെ ലേറ്റ് വിട്ട് ഓരോ പണിയാണെങ്കിൽ ചിലപ്പോൾ അതെല്ലാം വീണ്ടും തിരിച്ച് അതിക്കടി ആവും. അതുകൊണ്ട് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ നേരെ കയറി കിടന്നോണം. ഇപ്പോൾ ദേ ഈ സ്റ്റെപ്പിൽ ഇവിടെ ഇങ്ങനെ ഐഷുവിൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അത് കണ്ടാൽ നമുക്കൊന്നും മാന്യനായിട്ടിരിക്കണമെന്ന് അല്ല. കയ്യിൽ ടോയ്സ് ഒന്നും ഇല്ലാതെ എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് അവനവിടെ ഇരുന്നാൽ അതിൻ്റെ അടുത്ത ഉദ്ദേശം ടാറ്റ കണ്ടോ ഞാൻ മുകളിലേക്ക് ഓടും എന്നുള്ളതാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിരിക്കും, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിരിക്കും, പിന്നെ ഒരു ഒറ്റ ഓട്ടോ കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ഞാൻ വെച്ചുകൊണ്ടിരിക്കണില്ല. ഇനി പിടിച്ച് കിടത്തി ഉറക്കട്ടെ കേട്ടോ.